ഇപ്പോൾ പോളിംഗ് ബൂത്തിലെത്താൻ പൂർണ്ണ സജ്ജമായിരിക്കുന്നു കേരളം. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമനും ജയശങ്കറും ചേരും. ആദ്യം പ്രവീൺ പുരുഷോത്തമനുള്ളത് മലയാലപ്പുഴ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് സ്കൂളിലാണ്. ജയശങ്കറുള്ളത് കൊല്ലം ക്രിസ്തുരാജ് സ്കൂളിലാണ്. എല്ലാ മണ്ഡലങ്ങളും നിർണായകമാണ് എന്നത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. കൊല്ലത്ത് CPM-ന്റെ കോട്ടകൾ പിടിച്ചെടുക്കാൻ UDF എല്ലാ തന്ത്രവും പയറ്റുന്ന ജില്ലയാണ്. കൊല്ലത്ത് തന്നെ ബിന്ദു കൃഷ്ണയും ജയമോഹനും തമ്മിലുള്ള മത്സരം, കുണ്ട്രയിൽ സജിമോനും അതേപോലെ നമ്മളുടെ PC വിശ്വനാഥും തമ്മിലുള്ള മത്സരം, ചവറ പിടിച്ചെടുക്കാൻ വേണ്ടി ഷിബു ബേബി ജോൺ വരുന്നു. ഇരവിപുരത്ത് നൌഷാദിനെ തോൽപ്പിക്കാൻ മറ്റൊരു RSP സ്ഥാനാർത്ഥി വരുന്നു. മത്സരം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. വളരെ തീപാറുന്ന മത്സരമാണ് കൊല്ലത്ത് നടക്കുന്നത്. അപ്പോൾ കൊല്ലത്ത് മണ്ഡലങ്ങളിലേക്കുള്ള സാധന സാമഗ്രികളുടെ വിതരണം ക്രിസ്തുരാജ് സ്കൂളിൽ നടക്കുന്നുണ്ട്. ജയശങ്കർ അവിടെ എത്തിയിട്ടുണ്ട്. ജയശങ്കർ, ഗുഡ് മോർണിംഗ് ജയശങ്കർ. വൺസ് അഗെയിൻ, പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയോ കൊല്ലത്ത്? ചില കിഴക്കൻ മലയോര മേഖലയിലേക്കൊക്കെ ചില സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. ചില ഉൾപ്രദേശങ്ങളിലുണ്ട്, ജലാശയങ്ങളിലുള്ള ധാരാളം കായലുകളൊക്കെയുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ വളരെ സമാധാനത്തോടു കൂടിയുള്ളൊരു പോളിംഗ് ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു എല്ലാ ഉദ്യോഗസ്ഥർക്കും. രാവിലെ ഉദ്യോഗസ്ഥരൊക്കെ സാധനങ്ങൾ വാങ്ങാനായിട്ട് എത്തിച്ചേർന്നു. ചിലരൊക്കെ സാധനങ്ങൾ വാങ്ങിയത് പരിശോധിക്കുന്ന തിരക്കിലാണോ ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും തെരഞ്ഞെടുപ്പിനെ വരവേൽക്കാൻ ആ ഉത്സവത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് രജിസ്ട്രേഷൻ കൗണ്ടറാണ്. അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഈ സാധന സാമഗ്രികളൊക്കെ ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റേണ്ടത്. അതിനുവേണ്ടിയുള്ള വലിയ തിരക്കാണ് ഇവിടെ കാണുന്നത്. നിരവധി സർക്കാർ ജീവനക്കാർ, വിവിധ സർക്കാർ വകുപ്പുകളിലുള്ള ജീവനക്കാർ ഇവിടെ രാവിലെ തന്നെ എത്തുകയും ഈ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഈ ഉപകരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ 8:30 തന്നെ ഈ സാധനങ്ങൾ ഓരോ ഉദ്യോഗസ്ഥർക്കും നൽകും. ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ സാധന സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ അതാത് ബന്ധപ്പെട്ട ബൂത്തുകളിലേക്ക്, പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് പോവുക. ഏകദേശം ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ബസ് ഉൾപ്പെടെ ഈ ഉദ്യോഗസ്ഥർക്ക് പോകേണ്ട ബസ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളുണ്ട്. ഓരോ ബൂത്തിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സജ്ജമാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫെസ്റ്റിവലാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. ഓരോ ബൂത്തുകളും അത്തരത്തിൽ അലങ്കരിക്കണം. ഒരു ആഘോഷമാകണം തെരഞ്ഞെടുപ്പ്. ആദ്യമായിട്ടാണോ, ടെൻഷനുണ്ടോ എന്നൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. ചിലർക്കെങ്കിലും ചെറിയ ടെൻഷൻ കാണും, ചിലരൊക്കെ വലിയ ആവേശത്തോടു കൂടിയായിരിക്കും പെട്ടിയൊക്കെ ഏറ്റുവാങ്ങാൻ പോകുന്നത്. അവരുടെ പ്രതികരണം കൂടി എടുക്കാം. ഞാൻ രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരാം. ജയശങ്കർ, ഞാൻ ഒന്ന് പ്രവീണിൻ്റെ അടുത്ത് പോയിട്ട് വരാം. പ്രവീൺ ഇപ്പോൾ മലയാലപ്പുഴ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലാണുള്ളത്. പ്രവീൺ പുരുഷോത്തമൻ, വെരി ഗുഡ് മോർണിംഗ്. ആറന്മുള അടക്കം, കോന്നി, റാന്നി അടക്കം വളരെ നെഞ്ചിടിപ്പോടുകൂടി കേരളം നോക്കിക്കാണുന്ന മണ്ഡലങ്ങളുണ്ട് പത്തനംതിട്ടയിൽ. എങ്ങനെയാണ് പത്തനംതിട്ടയിൽ രാവിലെ സാധന സാമഗ്രികളുടെയൊക്കെ വിതരണം തുടങ്ങിക്കഴിഞ്ഞു? ഉദ്യോഗസ്ഥരൊക്കെ ഫോളിൻ ആയി കഴിഞ്ഞു. ഇനി എണ്ണി നോക്കുകയാണ്. കവറുകൾ എണ്ണി നോക്കണം, സീലുകൾ എണ്ണി നോക്കണം, ബാലറ്റുകളുടെ മറ്റ് വിശേഷങ്ങളൊക്കെ നോക്കണം, ഫോമുകൾ എണ്ണി നോക്കണം. പലതവണ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ചെറിയൊരു ടെൻഷനൊക്കെ കാണും അല്ലേ പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മത്സരം നടക്കുന്ന ഇടമാണ് ആറന്മുള. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം കൂടിയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാലപ്പുഴയിലെ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടെയാണ് ആറന്മുള മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. ഇപ്പോൾ അതിനുള്ള പ്രാഥമിക നടപടിക്രമങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പുലർച്ചെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ നടക്കുന്നു. നമുക്ക് ക്യൂ ഒക്കെ കാണാൻ സാധിക്കും. രേഖകളുമായൊക്കെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. ആദ്യമായിട്ടാണോ പോളിംഗ് ഡ്യൂട്ടിക്ക് എത്തുന്നത്? അല്ലല്ല, രണ്ടാമത് പ്രിസൈഡിംഗ് ഓഫീസർ രണ്ടാമതായിട്ടാണ്. ഇപ്പോൾ വന്നു രാവിലെ ഒരു 7:30 കഴിഞ്ഞപ്പോൾ വന്നു. എങ്ങനെയുണ്ട്? സാധാരണ ഉദ്യോഗസ്ഥരാണല്ലോ ഇത് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്. എങ്ങനെയാണ് ഇലക്ഷൻ ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു അനുഭവം എങ്ങനെയാണ്? ടെൻഷനുണ്ട്, എന്നാലും ഉത്തരവാദിത്തത്തോടെ അത് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട്. ടെൻഷൻ എന്താണ്? എന്തെങ്കിലും വീഴ്ചകളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണമല്ലോ. അതിൻ്റെതായിട്ടുള്ളൊരു ടെൻഷനുണ്ട് എന്നാണ് അരുൺ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഉത്തരവാദിത്തമാണ് ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു ജോലി എന്ന് തന്നെ പറയാം. വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവർ തെരഞ്ഞെടുപ്പ് ജോലിക്കായി വന്നിരിക്കുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർ ആദ്യമേ പറയുന്നത് എന്താണെന്നറിയോ? ഇവരെ പറഞ്ഞ ആദ്യം ടെൻഷനാക്കുന്ന ഒരു കാര്യം,
നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പാകപ്പിഴയൊക്കെ വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങളാണ് ആദ്യം വരുന്നത്. നിങ്ങളുടെ ബൂത്തിൻ്റെ പേരിങ്ങനെ അടിച്ചു വരും നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ എന്ന് പറഞ്ഞ് പണ്ട് ചില ടെലിവിഷൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെയിനർമാരെ, ക്ലാസ്സിൻ്റെ ട്രെയിനർമാരൊക്കെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു. 2004 മുതൽ ഈ എല്ലാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും ഞാൻ കൃത്യമായിട്ട് ചെയ്ത സംഘത്തിലുള്ള ഒരു അംഗമായിരുന്നു. അപ്പം നമുക്കറിയാം പ്രിസൈഡിംഗ് ഓഫീസായിട്ടിരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ കൂടെ ഒരു ടീം ഉണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇത് ജോലി ചെയ്യുന്ന മനുഷ്യരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്കിടയിൽ. ഞാൻ കൊല്ലത്തെ കൂടി ഒന്ന് മടങ്ങുകയാണ്. കൊല്ലത്ത് നമുക്കൊപ്പം ജയശങ്കറുണ്ട്, പോളിംഗ് ഉദ്യോഗസ്ഥർക്കൊപ്പം. ജയശങ്കർ, ഈ ഡ്യൂട്ടിയൊക്കെ പുതുതായിട്ട് ചെയ്യാൻ വരുന്ന കന്നി ഉദ്യോഗസ്ഥന്മാരുണ്ടോ ഇവരിൽ? അവർക്കൊക്കെ ചെറിയ ടെൻഷൻ കാണും. ഇതെങ്ങനെയാണ് പോവുക? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണമൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ടെൻഷൻ വരും. അതിനിടയിലാണ് തീർച്ചയായിട്ടും ഒരുപാട് ചലഞ്ചുകൾ വരുമല്ലോ. വോട്ടിൻ്റെ ചലഞ്ച് വരും, അപ്പോൾ പലതരത്തിലുള്ള ചലഞ്ചുകൾ, ആൾമാറാട്ടത്തിൻ്റെ കേസ് വരും. ഈ സമയമൊക്കെ നയപരമായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. പറ്റിക്കാൻ പാടില്ലല്ലോ. മാത്രമല്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വാർത്ത വന്നാൽ അത് വലിയ നാണക്കേടാണ്. ഇവർ അങ്ങനെ വാർത്തയിലൊന്നും നിറഞ്ഞു നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊന്നുമല്ല. വളരെ സമാധാനത്തോടു കൂടി ജീവിതം നയിച്ചിരുന്ന ആളുകൾ 5 കൊല്ലത്തിലൊരിക്കൽ പരീക്ഷിക്കപ്പെടുന്ന ദിവസം കൂടിയാണ്. എങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ ടെൻഷൻ മാറി വളരെ കൗതുകത്തോടെയാണോ ഈ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നത് പലരും? അതായത് ഡോക്ടർ അരുൺ, നമ്മൾ വന്ന് കണ്ട ഉദ്യോഗസ്ഥരൊക്കെ വളരെ കൂളാണ്. അവർ വലിയ ടെൻഷനൊന്നും അടിക്കാതെ നിൽക്കുന്നത്. ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പ്? ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പ്? എങ്ങനെ, എന്താ തോന്നുന്നത്? പ്രത്യേകിച്ച് റൂട്ട് ഓഫീസറാണ്. അതുമായിട്ട് ക്ലാസ്സിനൊക്കെ പോയ സമയത്ത് പേടിപ്പിച്ചിരുന്നോ? പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നവർക്ക് റൂട്ട് ഓഫീസർക്ക് ഒരു ടെൻഷനും ഇല്ല. ആദ്യമായിട്ടാണ്. എന്ത് തോന്നുന്നു ആദ്യമായിട്ട് നമ്മളൊരു തെരഞ്ഞെടുപ്പ് ആണ്? പ്രിസൈഡിംഗ് ആണോ പോളിംഗ് ആണോ എന്ന് ചോദിക്കൂ ജയശങ്കർ. പ്രിസൈഡിംഗ് ഓഫീസർമാരും 3-4 പോളിംഗ് ഓഫീസർമാരും ഓഫീസറാണോ പോളിംഗ്? അല്ല, പോളിംഗ് ഇതാ റൂട്ട് ഓഫീസറാണ്. ബൂത്ത് ഓഫീസറാണ്. റൂട്ട് ഓഫീസർ, ബൂത്ത് ലെവൽ ഓഫീസറാണ്. ഇപ്പൊ എല്ലാം സജ്ജമാണ്. ഇനി സാധനം വാങ്ങിച്ചു പോയാൽ ആണ്. ഓക്കെ, പക്ഷെ അധികം ആളുകൾ ഡോക്ടർ അരുൺ ഇവിടെ ഉണ്ട്. മാഡം ആദ്യമായിട്ടാണോ അതോ? അല്ല, അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് പേടിയുണ്ടോ അതോ? ഇല്ല 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 ഇല്ല, പേടിയില്ല. പേടിയില്ല. മാഡം എങ്ങനെയാണ്? കുഴപ്പമില്ല. ഡോക്ടർ അരുൺ, ഈ നമ്മൾ ഈ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോൾ ക്യാമറയും മൈക്കൊക്കെ കാണുമ്പോൾ അവർക്ക് ചെറിയൊരു ഭയം, പേടിയൊക്കെ ഉണ്ട്. കാരണം ഇനി ഇവിടെ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമോ എന്നുള്ള ഒരു ഭയത്തോടെയാണ് പലരും സംസാരിക്കുന്നത്. പക്ഷേ അവരൊക്കെ ഹാപ്പിയാണ്. ഈ പ്രിസൈഡിംഗ് ഓഫീസർമാരും പോളിംഗ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. പോളിംഗ് ഓഫീസർമാരുണ്ട്. റൂട്ട് ഓഫീസർമാർക്കൊന്നും വലിയ ടെൻഷൻ ഇല്ല ജയിച്ചേക്കാം. കാര്യം അതൊക്കെ പിന്നെ നിയന്ത്രിച്ച് നിർത്താവുന്നേ ഉള്ളൂ. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് ആർഒയും കളക്ടർമാരും ഒക്കെ പറയുന്നതനുസരിച്ച് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സാധന സാമഗ്രികൾ എത്തിക്കുന്ന പണിയാണ് ഈ റൂട്ട് ഓഫീസർമാർക്കുള്ളത്. അവരുടെ മൊബൈലിൽ സദാ ചിലച്ചുകൊണ്ടിരിക്കും. ഇന്ന് മുതൽ അയ്യോ സാറേ ഇവിടെ മറ്റേ കാർഡ്ബോർഡ് കിട്ടിയില്ല, അയ്യോ ഇവിടെ മറ്റേത് ആണി കിട്ടിയില്ല, അയ്യോ സാറേ ഇവിടെ